ഹായ്, ഞാൻ സച്ചിൻ ജോസ്, KMO ഇൻഡസ്ട്രീസിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. ഞാനാണ് എക്സ്പോർട്ടേഷൻസ് മാർക്കറ്റിംഗ് കാറ്റഗറിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയകളിൽ KMO ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് റേസ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ മെഴുക് കണ്ടു എന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. കസ്റ്റമർ ഞങ്ങൾ നേരിട്ട് വിളിക്കുകയും കസ്റ്റമറോട് എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. ആ കസ്റ്റമർ അത് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തും വന്നിട്ടുണ്ട്. സോ എന്താണ് ഈ കംപ്ലയിൻറ്റ് വരാനുള്ള കാര്യം, എന്താണ് മെഴുകും? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, വെളിച്ചെണ്ണയിൽ എന്താണ് മെഴുകുമെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വെളിച്ചെണ്ണ ഒരു 25 ഡിഗ്രി ടെമ്പറേച്ചർ താഴെ വരുമ്പോൾ അത് ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറും. ഒരു വെള്ള ഒരു ക്രിസ്റ്റൽ ഫോമിലേക്ക് വരും. ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചർ പോകുമ്പോൾ ടോട്ടലി അതൊരു കട്ട ഫോമിലേക്ക് വരും. ഇത് നമ്മൾ മെയിൻലി കാണുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലായ ദുബായ്, ഒമാൻ, സൗദി, USA, ഓസ്ട്രേലിയ, തണുപ്പുള്ള രാജ്യങ്ങളിലും AC ടെമ്പറേച്ചറിലുള്ള സൂപ്പർ മാർക്കറ്റായി യൂസ് ചെയ്യുന്ന സ്ഥലത്തോടും നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാട്, ഇടുക്കി പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത്. ഈ തണുത്തിരിക്കുന്ന വെളിച്ചെണ്ണ അത് തിരിച്ചൊരു ലിക്വിഡ് ഫോമിലേക്ക് വേണമെങ്കിൽ അതൊരു മിനിമം 40 to 45 ഡിഗ്രി ടെമ്പറേച്ചർ മൊത്തത്തോടെ മാറും. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡാണ് ഒരു 30 ഡിഗ്രി 35 ഡിഗ്രി ടെമ്പറേച്ചർ. അതിൻ്റെ മേൽഭാഗങ്ങളിൽ നല്ലതായിട്ടും താഴെ ഭാഗങ്ങളിൽ ക്രിസ്റ്റലായിട്ട് കാണാറുണ്ട്. കസ്റ്റമേഴ്സ് പറയുന്നത് നിങ്ങൾ മേൽഭാഗം നല്ലതാണ്, താഴ്ഭാഗങ്ങളിലാണ് ക്രിസ്റ്റലിലേക്ക് കിടക്കുന്നത്, നിങ്ങൾ മെഴുകുകൾ ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. എക്സാക്ട്ലി തണുക്കുന്ന സമയങ്ങളിൽ വെളിച്ചെണ്ണ മേലുള്ള തണുത്ത കട്ടകൾ താഴെ അടിഞ്ഞു കൂടി അതിൻ്റെ സോളിഡിഫിക്കേഷൻ, വെളിച്ചെണ്ണ മാറി സോളിഡിഫിക്കേഷനായി മാറുന്നത് ഒരു 40 to 45 ഡിഗ്രി ടെമ്പറേച്ചറാണ്. പക്ഷെ മേലത്ത് ഒരു 30-35 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഇതൊരു നാച്ചുറൽ ഫോമാണ്. ഇതിലൊരു ആഡ് ഓൺ കെമിക്കൽസോ ആഡ് ഓൺ പ്രൊഡക്ട്സോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇത് വെളിച്ചെണ്ണ നാച്ചുറാലിറ്റി അതായത് കൊണ്ട് മാത്രമാണ് വരുന്നത്. ഇത് KMO ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് മാത്രം ഇന്നൊക്കെ കേരളത്തോടെ എല്ലാ പ്രമുഖ കമ്പനികൾക്കും ആയാലും അല്ലെങ്കിൽ ഇന്നത്തേക്കൂടെ ഏത് വെളിച്ചെണ്ണയ്ക്കായാലും ഈ സിസ്റ്റം ഉണ്ടാകുന്നത്. ഇത് നാച്ചുറലായിട്ട് വന്ന് എത്തിപ്പെടുന്ന കാര്യമാണ്. സോ സോഷ്യൽ മീഡിയകളിൽ ഇത് കസ്റ്റമേഴ്സോട് അപ്ലോഡ് ചെയ്യും. അത് എന്താണെന്നോ വ്യക്തമായിട്ടും ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ബാക്കിൽ അവിടെ കസ്റ്റമർ കെയർ നമ്പേഴ്സോ കമ്പനി മെയിൽ അയച്ച് ഫോട്ടോ ചെയ്യുന്നത്. കമ്പനിയെ വിളിച്ച് ചോദിക്കുകയും അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും. ഇത്ര വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് വന്നതിൽ എല്ലാ കസ്റ്റമേഴ്സും വിളിക്കുമ്പോൾ ഞാൻ തന്നെയാണ് നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ അത് നേരിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്, കസ്റ്റമേഴ്സ് നേരിട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, അത് മനസ്സിലാക്കും, ടെസ്റ്റ് ചെയ്തു, അവർ ടെസ്റ്റ് ചെയ്ത് ഇത് വെളിച്ചെണ്ണയാണെന്ന് യഥാർത്ഥമായിട്ട് അറിയും. ഗവൺമെൻറ് ഓർഗനൈസ്ഡ് ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത് അവർ മനസ്സിലാകുമ്പോൾ ചില ആൾക്കാരുടെ വ്യക്തമായി അവർ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാകുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. എൻ്റെ കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഉണ്ട്, എൻ്റെ വെബ്സൈറ്റിൽ നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യും. സോ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക, എന്താണ് യഥാർത്ഥമായ കാര്യങ്ങൾ തിരിച്ചറിയുക.